ചേരുകയാണ്. ധർണാ സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. അടിത്തറ ഇളകി പൊളിഞ്ഞു വീഴാറായ പഴയ നഗരസഭാ കാര്യാലയം വിദഗ്ധ സമിതി 5 വർഷക്കാലം മുമ്പ് ഒഴിക്കുവാൻ നിർദ്ദേശിച്ച പഴയ നഗരസഭാ കാര്യാലയം നവീകരിക്കുന്നതിന്റെ പേരിൽ 3 കോടി രൂപയോളം വകയിരുത്തിക്കൊണ്ട് ഈ നഗരസഭ വന്നതിന് ശേഷം ശ്രീമാൻ റെജി മാത്യു ചെയർമാനായ സന്ദർഭത്തിൽ, പിന്നീട് ശ്രീമാൻ മാത്യു തോമസ് ചെയർമാൻ സന്ദർഭത്തിൽ അങ്കമാലിക്കകത്ത് ഇടതുപക്ഷത്തിന്റെ നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ട് സമരരംഗത്തേക്ക് ഇടതുപക്ഷം പല ഘട്ടങ്ങളിലും മുന്നോട്ട് വന്നു. അങ്കമാലി നഗരസഭയുടെ ഇന്നത്തെ സ്ഥിതി പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ എല്ലാ നഗരസഭകളിലേക്കാൾ മെച്ചമായ വിധത്തിൽ ഇവിടെ ഡിപ്പോസിറ്റുള്ള തനത് ഫണ്ടുള്ള ഒരു മെച്ചപ്പെട്ട ധനകാര്യ സ്ഥിതിയുള്ള ഒരു നഗരസഭയാണ് അങ്കമാലി നഗരസഭ. അത് ഇപ്പോൾ ഇരിക്കുന്ന ശ്രീ സിയോ പോളിന്റെയോ മാത്യു തോമസിന്റെയോ റെജി മാത്യുയുടെ കഴിവ് കൊണ്ടല്ല, മറിച്ച് അതിന് 5 വർഷം മുൻപ് ഭരിച്ച ശ്രീമതി MA ഗ്രേസ് ചെയർപേഴ്സൺ സന്ദർഭത്തിൽ ഈ നഗരസഭയ്ക്കകത്ത് വരുത്തിയ മാറ്റങ്ങൾ, നികുതി പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, തനത് ഫണ്ട് തിരിച്ചടയ്ക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ അങ്കമാലി നഗരസഭയ്ക്കകത്ത് 10 കോടിയോളം രൂപയാണ് ഡിപ്പോസിറ്റായി, തനത് ഫണ്ടായി, ഫിക്സഡ് ഡിപ്പോസിറ്റായി അങ്കമാലി നഗരസഭയ്ക്കകത്ത് ഉള്ളത്. അതുകൂടാതെ ഓരോ വർഷവും അങ്കമാലി നഗരസഭയിൽ താമസിക്കുന്ന ജനങ്ങളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി സംസ്ഥാന മന്ത്രിസഭ അനുവദിക്കുന്ന ഫണ്ട് എല്ലാ നഗരസഭകൾക്കും ഈ കേരളത്തിൽ ലഭിക്കുമ്പോൾ അങ്കമാലി നഗരസഭയ്ക്കും നിശ്ചിതമായ ഫണ്ട് ഓരോ വർഷവും ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ 2 ഫണ്ടും കൂടി സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന ധനകാര്യ മേഖലയ്ക്കകത്തുള്ള ഫണ്ട്, മെയിൻ്റെനൻസ് ഗ്രാന്റ്, റോഡ് ഫണ്ട്, ഇതെല്ലാം കൂടാതെ നമ്മുടെ ഈ നഗരസഭയിൽ ജീവിക്കുന്ന മനുഷ്യർ കൊടുക്കുന്ന വീട്ടുനികുതി, കടകളുടെ നികുതി അടക്കമുള്ള എല്ലാം കൂടി പരിശോധിച്ചാൽ ഓരോ വർഷവും കോടികൾ വന്നു ചേരുന്ന നഗരസഭയാണ് അങ്കമാലി നഗരസഭ എന്ന് പറയുന്നത്. ഇപ്പോ ഞാനും നിങ്ങളും ഇവിടെ, ഞാൻ നിൽക്കുകയും നിങ്ങളിൽ പലരും ഇവിടെ ഇരിക്കുകയും ചെയ്യുന്ന ഈ മുറ്റം അങ്കമാലി നഗരസഭയുടെ പരിച്ഛേദമാണ് എന്ന് പറയാൻ കഴിയും. ഇതാണ് ഇന്നത്തെ അങ്കമാലി നഗരസഭ എന്ന് പറയുന്നത്. ഈ നഗരസഭ, പഴയ നഗരസഭാ കെട്ടിടത്തിന്റെ അതിന്റെ പില്ലറുകൾ എങ്ങനെയാണോ ഉടിഞ്ഞു തൂങ്ങിക്കിടക്കുന്നത്, കമ്പികൾ എങ്ങനെയാണോ ദ്രവിച്ചിരിക്കുന്നത്, സിമന്റ് കട്ടകൾ എങ്ങനെയാണോ ഇടിഞ്ഞു വീഴാനിരിക്കുന്നത് എന്നതുപോലെയാണ് അങ്കമാലി നഗരസഭയുടെ ഇന്നത്തെ ഭരണത്തിന്റെ, ആ ഭരണത്തിന്റെ മുഖം എന്ന് പറയാൻ കഴിയാവുന്നത് ഈ കെട്ടിടമാണ്. എങ്ങനെയാണ് അങ്കമാലി നഗരസഭ എന്ന് കാണുന്നത്? ഈ നഗരസഭയ്ക്ക് ഒരു മുഖമില്ല. ഈ നഗരസഭയുടെ ചെയർമാനും കോൺഗ്രസിന്റെ കൗൺസിലേഴ്സിനും ഇവിടെ ലഭ്യമാകുന്ന ഫണ്ട് വിനിയോഗപ്പെടുത്തി അങ്കമാലി ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു പോകുന്നവരല്ല ഈ നഗരസഭ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നവര്.